cat.env, enter. That's all. ds pass database password. ഞാൻ ഇത് എൻ്റർ അടിച്ചു കൊടുത്താൽ യു ക്യാൻ സീ ദ കമാൻഡ് ഈസ് ഷോയിങ് ഓൾ ദ ഫയൽസ് ഇൻ യുവർ സെർവർ. കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് ഇവിടെ വന്നത്. അതായത് env ഫയൽ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, വാട്ട് ഈസ് ദ പെർമിഷൻ, ഹൂ ഈസ് ദ യൂസർ, വാട്ട് ഈസ് ദ ടൈം. ഇവിടെ സീക്രട്ട് അടക്കം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. വി ക്യാൻ ഡു എനിത്തിങ്. ദിസ് ഈസ് വാട്ട് ദ റിയൽ കോസ് ആക്ച്വലി. ആസ് എ ഡിസ്ക്ലൈമർ ആദ്യം തന്നെ ഞാൻ പറയാം, ദിസ് ഈസ് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. നെവർ ട്രൈ ദിസ് ഓൺ പ്രൊഡക്ഷൻ. റിയാക്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് JS യൂസ് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ 100% ഷുവർ നിങ്ങളുടെ സെർവർ ഹാക്ക് ചെയ്യപ്പെടും. നിങ്ങളുടെ സെർവറിൻ്റെ ആക്സസ് ഈസിലി കോംപ്രമൈസ് ചെയ്യപ്പെടും. അതായത് നിങ്ങളുടെ സെർവർ ഡേറ്റാബേസ്, സീക്രട്ട് കീസ്, കംപ്ലീറ്റ് സെർവർ ആക്സസ് തന്നെ കിട്ടും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ റീസെൻ്റ്ലി റിയാക്ട് JSൽ കണ്ടുവന്ന ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി കൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, റിയാക്റ്റിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരിത് മെൻഷൻ ചെയ്യുന്നുണ്ട്, ക്രിട്ടിക്കൽ സെക്യൂരിറ്റി വൾനറബിലിറ്റി ഇൻ റിയാക്ട് സെർവർ കോമ്പണൻറ്റ്. അപ്പോൾ നടക്കുന്നത് December 3rd, 2025 ഓക്കെ. സോ ദ റിയാക്ട് ടീം അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റി കണ്ട ഉടൻ തന്നെ റിയാക്ട് ടീം എന്ത് ചെയ്തു, ഇതിൻ്റെ പാച്ച് റിലീസ് ചെയ്തു. അപ്പോൾ ആ ഒരു പാച്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഈ ഒരു ഇഷ്യൂവിൽ നിന്ന് സംഹാവ് നമുക്ക് രക്ഷപ്പെടാം. അതായത് ഈ ഒരു സെക്യൂരിറ്റി വൾനറബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. സ്റ്റിൽ ആ ഒരു ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യുന്നതോടുകൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ സെക്യൂർ ചെയ്യാൻ പറ്റും എന്നല്ല. ബിക്കോസ് ആഫ്റ്റർ 1 വീക്ക് സെയിം പാച്ചിൽ, അതായത് റിയാക്ട് റിലീസ് ചെയ്ത സെയിം പാച്ചിൽ തന്നെ 2 ഡിഫറെൻറ്റ് വൾനറബിലിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സോ അത് നടക്കുന്നത് ഓൾമോസ്റ്റ് December 12th. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് സോർട്ടഡ്, ദ തിങ്സ് ആർ ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഈ ഒരു ഇഷ്യൂസ് എങ്ങനെയാണ് ഉണ്ടായത്, അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫിക്സ്, പിന്നെ ഈ ഒരു എങ്ങനെയാണ് ഈ നമ്മുടെ വെബ്സൈറ്റ് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത്, ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. സോ അഗെയിൻ ഐ എം ടെല്ലിങ്, ദിസ് ഈസ് ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. നെവർ ട്രൈ ഓൺ എനിവൺ എൽസ് വെബ്സൈറ്റ്. ഓക്കെ. ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, കാരണം ഞാൻ ഇതിൻ്റെ റൂട്ട് കോസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർലി കാണിച്ചു തരാം, എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂസ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടോ എന്ന് നോക്കാൻ പറ്റുക എന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. സോ ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ആസ് എ സെറ്റ്, നമ്മൾ ഈ ഒരു ഇഷ്യൂസിൻ്റെ കോറിലേക്കാണ് പോകുന്നത്. ഓക്കെ, വെയിറ്റ് ഫോർ സം ടൈം, ഐ വിൽ ഷോ യു ഇൻ കപ്പിൾ ഓഫ് മിനിറ്റ്സ്. അപ്പോൾ ആദ്യം തന്നെ ദ ഫസ്റ്റ് സെക്യൂരിറ്റി വൾനറബിലിറ്റി, മോസ്റ്റ് ഡേഞ്ചറസ് സെക്യൂരിറ്റി വൾനറബിലിറ്റി. എന്തുകൊണ്ട് ഇത് മേജർ അല്ലെങ്കിൽ ഡേഞ്ചറസ് സെക്യൂരിറ്റി വൾനറബിലിറ്റി എന്ന് വെച്ചാൽ, ദ ഹാക്കർ ക്യാൻ ഈസിലി ടേക്ക് കൺട്രോൾ ഓഫ് യുവർ സെർവർ. അതായത് ഈസിലി അവർക്ക് നിങ്ങളുടെ സെർവറിൻ്റെ കംപ്ലീറ്റ് കൺട്രോളും കിട്ടും വിതൗട്ട് എനി ലോഗിൻ ആക്ടിവിറ്റി. ലോഗിൻ്റെ ആവശ്യമേ ഇല്ല. വിതൗട്ട് എനി പാസ്വേഡ് ഓർ യൂസർ നെയിം, നത്തിങ്. ദേ ക്യാൻ ഈസിലി ഗ്രാബ് ഇറ്റ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേജർ ഓർ ഡേഞ്ചറസ് സെക്യൂരിറ്റി വൾനറബിലിറ്റി ആയത്. ഹാക്കറിന് നിങ്ങളുടെ സെർവർ ടെർമിനലിൽ എന്ത് വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ ക്യാൻ സിംപ്ലി എക്സിക്യൂട്ട് എനിത്തിങ് ഓൺ യുവർ സെർവർ ടെർമിനൽ. ഓക്കെ, ഇതൊരു ആൾക്കും നിങ്ങളുടെ സെർവറിൻ്റെ ടെർമിനലിൻ്റെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഡു എനിത്തിങ്. ഓക്കെ, നിങ്ങളുടെ സെർവറിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ കിട്ടും. സെർവറിനെ വേണമെങ്കിൽ ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റാബേസിൻ്റെ ആക്സസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് നോക്കാം, സീക്രട്ട് കീസ് നോക്കാം, അവിടെ മാൽവെയർസ് കയറ്റി കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഓൺ ദിസ് പെർട്ടിക്കുലർ വൾനറബിലിറ്റി. അതായത് ചുമ്മാ യു വിൽ ഗെറ്റ് ആക്സസ് ടു ദി സെർവർ. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ റിയാക്ട് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിട്ടിക്കൽ സെക്യൂരിറ്റി വൾനറബിലിറ്റി ഇൻ റിയാക്ട് സെർവർ കോമ്പണൻറ്റ് December 3rd, 2025. ദർ ഈസ് ആൻ അൺഒത്തൻറ്റിക്കേറ്റഡ് റിമോട്ട് കോഡ് എക്സിക്യൂഷൻ വൾനറബിലിറ്റി ഇൻ റിയാക്ട് സെർവർ കോമ്പണൻറ്റ്. അതായത് അൺഒത്തൻറ്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഗിൻ്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട. യു വിൽ ഗെറ്റ് ആക്സസ് ടു ദ സെർവർ.
റിമോട്ട് കോഡ് എക്സിക്യൂഷൻ, ബേസിക്കലി റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്നാണ്. അതായത് നമുക്ക് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും റിമോട്ട്ലി നിങ്ങളുടെ സെർവറിലേക്ക്. ഇഫ് ദാറ്റ് ഈസ് പോസിബിൾ ദെൻ ദേ ക്യാൻ ഡു എനിത്തിങ്. നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഓക്കെ വാട്ട് ഈസ് ഹാപ്പനിങ്, ബിക്കോസ് റിയാക്ട് എന്ന് പറയുന്ന ഒബ്വിയസ്ലി അതൊരു ഫ്രണ്ട് എൻഡ് ലൈബ്രറിയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് സെർവറിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യം വരും. ലെറ്റ് മീ ഗീവ് യു ആൻ ആൻസർ ഫോർ ദിസ്. റിയാക്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എൻഡ് മാത്രമല്ല, ദേ ആർ നൗ ഹാൻഡ്ലിങ് സെർവർ ഓൾസോ. ഓക്കെ, ദേ ഹാവ് ദ ആക്സസ് ടു സെർവർ. അപ്പോൾ നമ്മുടെ ഈ നെക്സ്റ്റ് JSലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെർവറും ഫ്രണ്ട് എൻഡും, അതായത് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് വി ക്യാൻ ഡു ഇറ്റ്. സോ വി ഹാവ് എ സെർവർ കോമ്പണൻറ്റ് ഓവർ ദെയർ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ആക്സസ് ടു സെർവർ ആസ് വെൽ. സോ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ, അതായത് സീരിയലൈസേഷൻ ആൻഡ് ഡീസീരിയലൈസേഷൻ രണ്ട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡേറ്റ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അത് സീരിയലൈസ്ഡ് സംവാട്ട്, നമുക്ക് വേണമെങ്കിൽ കൈൻഡ് ഓഫ് എന്താ പറയുക എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സീരിയലൈസേഷൻ ആൻഡ് ഡീസീരിയലൈസേഷൻ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിലാണ് വൾനറബിലിറ്റി വന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഓൺ November 2019 ലാച്ലൻ ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ എന്താണ് ഈ ഒരു ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു സെക്യൂരിറ്റി റിസർച്ചറാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ആ ഒരു ഇഷ്യൂസ് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് കിട്ടിയപ്പോൾ തന്നെ മെറ്റാ ടീം അതിനെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും December 3 ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് റിയാക്ട് ഒഫീഷ്യലി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ റിയാക്ട് ടീം വൺസ് ആഫ്റ്റർ ഈ ഒരു പാച്ച് റിലീസ് ചെയ്തപ്പോൾ തന്നെ റിയാക്ട് ടീം മാൻഡറ്ററിലി എല്ലാവർക്കും ഒരു എന്താ പറയുക അവയർനെസ് പോലെ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പാച്ചിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി റെക്കമെൻഡ് അപ്ഗ്രേഡിങ് ഇമ്മീഡിയറ്റ്ലി, കാരണം ഇത് എന്താണ് ത്രെറ്റൻ ആണ് എന്ന് റിയാക്ട് ടീം പറഞ്ഞു. ദിസ് വൾനറബിലിറ്റി വാസ് ഡിസ്ക്ലോസ്ഡ് ആസ് CVE 2025-55182. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ CVE 2025 എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി എന്താണ് ഒരു കൈൻഡ് ഓഫ് റിപ്പോർട്ടാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ ഇതിപ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. CV എന്ന് പറയുമ്പോൾ CVE സ്റ്റാൻഡ്സ് ഫോർ കോമൺ വൾനറബിലിറ്റി എക്സ്പോഷർ. അപ്പോൾ 2025 എന്ന് പറയുമ്പോൾ ഇയർ ഓഫ് വൾനറബിലിറ്റി. അപ്പോൾ ഏത് ഇയറിലാണ് ഈ ഒരു വൾനറബിലിറ്റി കണ്ടെത്തിയത് എന്നുള്ളത്. പിന്നെ യുണീക്ക് നമ്പർ ഫോർ ഈച്ച് ആൻഡ് എവറി വൾനറബിലിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് നമ്പർ. അപ്പോൾ എല്ലാ വൾനറബിലിറ്റിക്കും ഒരു നമ്പർ ഉണ്ടാവും. ബേസിക്കലി ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ നിലവിൽ ഉള്ള എല്ലാ വൾനറബിലിറ്റീസിൻ്റെയും റെക്കോർഡ് ഇതിലുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ CVSS സ്കോറാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ താഴെ കാണിക്കുന്നുണ്ട് CVSS സ്കോർ ഓഫ് 10. എന്താണ് 10 എന്ന് വെച്ചാൽ ആക്ച്വലി എല്ലാ വൾനറബിലിറ്റിക്കും അതിൻ്റേതായ സിവിയാരിറ്റി ഉണ്ട്. സിവിയാരിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് ഹാംഫുൾ ആണെന്ന് പറയുന്ന ഒരു നമ്പർ. അപ്പോൾ ഈ CVSS സ്കോർ എന്ന് പറയുമ്പോൾ അത് 0 to 10 ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്കോർ വരുന്നത് 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് പാനിക് സിറ്റുവേഷൻ ലൈക്ക് എന്താണ് നിങ്ങളുടെ വെബ്സൈറ്റ് ഈസിലി ഗെറ്റ് കോംപ്രമൈസ്ഡ് എന്ന് അറിയിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 10 out of 10 റിയൽ പാനിക് സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു വൾനറബിലിറ്റി വന്നിരിക്കുന്നത് 19.0, 19.1.0, 19.1.1, 19.2. ഈ 19.0 എന്നുള്ള ഈ ഒരു വെർഷൻ റിലീസായത് ലാസ്റ്റ് ഇയർ December 5 ഒഫീഷ്യലി റിലീസ്ഡ്. അതായത് 1 ഇയറായി ഈ ഒരു വൾനറബിലിറ്റി ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ലൈക്ക് ലാസ്റ്റ് വീക്ക്. അതായത് 1 ഇയർ ഇത് പ്രൊഡക്ഷനിലായിരുന്നു എല്ലാവരുടെ. ഐ മീൻ ഹൂവർ യൂസിങ് ദാറ്റ് റിയാക്ട്, ഈവൻ ദ ഇൻസ്റ്റഗ്രാം ഓർ ഹൂവർ യൂസിങ് ദാറ്റ് നെറ്റ്ഫ്ലിക്സ് ഒക്കെ റിയാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇയർ വരെ ഈ ഒരു വൾനറബിലിറ്റി എല്ലാവരുടെ സെർവറിലുണ്ടായിരുന്നു. ആൻഡ് നൗ ദേ ആർ ഫൈൻഡിങ് ദിസ് ഇഷ്യൂ. ആൻഡ് ദ റീസെൻറ്റ് വെർഷൻ ഈസ് 19.2. പിന്നെ ഈ ഒരു 19.2 ആണ് ലേറ്റസ്റ്റ് വെർഷൻ. ഇതിൻ്റെ ഇപ്പോൾ പാച്ച് വന്നു. ഓക്കെ, പാച്ച് അല്ല ഞാൻ പറയുന്നത്. 19.2 സ്റ്റേബിൾ വെർഷൻ വരുന്നത് ഒക്ടോബറിലാണ്, October 2025. ഐ മീൻ ലൈക്ക് 2 months ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഇതെന്താണ് എന്നെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഇങ്ങനെ വന്നു. സോ നൗ ദേ ആർ ഫൈൻഡിങ് ദ ഇഷ്യൂ. പിന്നെ ആസ് എ ഇമ്മീഡിയറ്റ് ആക്ഷൻ അവർ പറഞ്ഞു
19.0.1ലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, ഐ മീൻ 1.2ലേക്ക് അല്ലെങ്കിൽ 2.1ലേക്ക്. അതൊക്കെ പാച്ചസ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ജേസിൻ്റെ കേസിൽ പറയുമ്പോൾ 15.x എന്ന് പറയുമ്പോൾ 15 ആൾ വേർഷൻ ഓഫ് 15, 16 ആൾ വേർഷൻ. ഓക്കെ, അപ്പോൾ എല്ലാ വേർഷൻസിലും ഇതിൻ്റെ ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്നുള്ളതാണ്. ബിക്കോസ് ഒബിയസ്ലി നെക്സ്റ്റ് ജേസ് എന്ന് പറയുമ്പോൾ റിയാക്ട് ലൈബ്രറി യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ബേസ് റിയാക്ട് ലൈബ്രറിയാണ്. അപ്പോൾ ഈ വേർഷൻസിലാണുള്ളത്. സോ ദേ ഫിക്സ്ഡ് ഇറ്റ് ആൻഡ് ദ ഫിക്സ്ഡ് വേർഷൻസ് ആർ 15. അപ്പോൾ ഇതൊക്കെയാണ് ഫിക്സ്ഡ് വേർഷൻസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ അവരിവിടെ മെൻഷൻ ചെയ്ത് എഫക്റ്റഡ് ഫ്രെയിം വർക്ക്സ് ആൻഡ് ബണ്ട്ലേഴ്സ്. ബിക്കോസ് റിയാക്ട് എന്ന് പറയുമ്പോൾ റിയാക്ട് ഈസ് എ ലൈബ്രറി, ലോട്ട് ഓഫ് അതർ ഫ്രെയിം വർക്ക്സ് ആർ യൂസിങ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രെയിം വർക്ക്സ് ഈ ഒരു റിയാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ മേജറായിട്ടുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് JS, റിയാക്ട് റൗട്ടർ, വാക്കു. അപ്പോൾ മേജറായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഫ്രെയിം വർക്ക്സിലാണ് റിയാക്റ്റിൻ്റെ ഡിപ്പെൻഡൻസീസ് ഉള്ളത്. സോ ദാറ്റ്സ് വൈ ഇഫ് യു ആർ യൂസിങ് ദീസ് എനിവെയർ you have to be careful about this. And see, our fix കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, still we don't know like where and all that issue still exist or we don't know actually, right? So be careful and monitor ചെയ്യുക, വെബ്സൈറ്റ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക, സെർവർ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക. ആക്ച്വലി we as we are giving services to like different clients and we saw the issue. Actually ഇതിപ്പോൾ റിലീസ് ചെയ്ത് December 3rd we saw the issue like very next to next day. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഷ്യൂ കാണുന്നുണ്ട്, സെർവറിൽ ഇഷ്യൂ കാണുന്നുണ്ട്. നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ വി ആർ സീയിങ് ലൈക്ക് സംതിങ് ഗോയിങ് ലൈക്ക് ഔട്ട് ഓഫ് കൺട്രോൾ. വി ഗട്ട് പാനിക്, ലൈക്ക് എന്താണ്, നമുക്ക് ഇഷ്യൂ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ബിക്കോസ് വി ഓൾറെഡി ടേക്കൺ all the precaution, I mean we checked all the security things, everything we done and we pushed the code. Now the things are going wrong. Why? പല predictions ഉണ്ടായി. later we got to know, okay, this is even like നമുക്ക് ഈ ഒരു സംഭവം ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒന്നും അപ്പോൾ നമുക്ക് I mean available, actually it is available but we are not aware about this documentation and all. We are going in depth. അപ്പോൾ നമുക്ക് ആ വന്ന ഇഷ്യൂസിൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ പോയി ഡീബഗ് ചെയ്തു. ആൻഡ് വി ഫൗണ്ട് സംതിങ് ഈസ് ലൈക്ക് അത് നമ്മുടെ സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോഡിലുള്ള ഇഷ്യൂ അല്ല, ബട്ട് സംതിങ് എൽസ് ഈസ് കോസിങ് ദ ഇഷ്യൂ. ആൻഡ് വി ഫൗണ്ട് റീസെൻ്റ്ലി റിയാക്ട് ഹാസ് മെയ്ഡ് സംതിങ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വാട്ട് ദ സിറ്റുവേഷൻ. വി ഡോണ്ട് നോ. ആക്ച്വലി നമ്മൾ ആസ് എ ഡെവലപ്പർ നമ്മൾ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് ഡിഫറെൻറ്റ് പാക്കേജസിനെയും, ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് പൈത്തൺ ഓർ സം അതർ ലാംഗ്വേജസ് ഓൾസോ who are developing, they are depending on something else, okay, some other libraries. അപ്പോൾ ഈ ലൈബ്രറിയൊക്കെ നമുക്ക് കോറിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആർ ഓൺ ലൈബ്രറി എന്ന രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് ലൈബ്രറീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. സോ ദാറ്റ്സ് വൈ വി ആർ ഡിപ്പെൻഡിങ് ഓൺ സം അതർ ലൈബ്രറീസ് ആൻഡ് ഓൾ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്താണ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. But if that dependency has vulnerability, then as a developer we are helpless. Helpless means നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്താൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ലേറ്റർ വി ക്യാൻ ഡു സംതിങ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ്. ആൻഡ് ദിസ് എ ഷോർട്ട് സ്റ്റോറി വാട്ട് ഹാപ്പൻസ് ടു അസ് ആൻഡ് വി ഫിക്സ്ഡ് ഇറ്റ്. അപ്പോൾ നമ്മുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആർക്കൊക്കെ സർവീസ് കൊടുക്കുന്നുണ്ടോ, വി ആർ ഓൾവേസ് മോണിറ്ററിങ് ഇസ് ദർ സംതിങ് ഈസ് ഗോയിങ് റോങ് ഓർ നോട്ട്. ഓക്കെ, സംതിങ് ഈസ് കോസിങ് ദ ഇഷ്യൂ, വി വിൽ ഫിക്സ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ബിക്കോസ് നമ്മൾ പറയാം, നമ്മൾ ഈ ഒരു സർവീസ് കൊടുക്കുന്നുണ്ടായിരുന്ന ആ ഒരു ക്ലയൻറ്റ് എന്ന് പറയുമ്പോൾ, പുള്ളിക്കാരൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റിംഗർ, ഓക്കെ, പ്രൊവൈഡർ ഹോസ്റ്റിംഗർ ആയിരുന്നു. ഹോസ്റ്റിംഗറിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വെബ്സൈറ്റ് റൺ ആവുന്നുണ്ടായിരുന്നത്. ഈവൻ ഹോസ്റ്റിംഗർ കനോട്ട് ഫൈൻഡ് ദിസ് ഇഷ്യൂ. ഓക്കെ, ഹോസ്റ്റിംഗറിന് ഈ ഒരു ഇഷ്യൂ മനസ്സിലായില്ല. ദേ ആർ ഷോയിങ്, ഓക്കെ,
അപ്പോൾ ഹോസ്റ്റിംഗറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ആകെ കിട്ടുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ദേ ആർ ഷോയിങ് ദ CPU ലെവൽ. ഓക്കെ, CPU ലെവൽ ഇങ്ങനെ ലൈക്ക് 100% ഹിറ്റ് ചെയ്യുക. ലൈക്ക് some malware is consuming 100% CPU. But whenever we are checking on our his website, there is nothing. അങ്ങനെ 100% CPU കൺസ്യൂം ചെയ്യുന്ന പോലെ ഒന്നും കാണുന്നില്ല. Still it is hitting 100% and we get panic and നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്തപ്പോൾ അവിടെ ഒരു മാൽവെയർ കിടക്കുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ ഒരു മാൽവെയർ ഉണ്ട് ആൻഡ് വി റിമൂവ്ഡ് ഇറ്റ്. നമ്മളത് റിമൂവ് ചെയ്തു, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു. And the second day we are seeing the same malware on the same place. Now ഇതൊരു കൺഫ്യൂഷനാണ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തു, പിന്നെയും വരുന്നുണ്ട്. ആൻഡ് വി റിമൂവ് ദാറ്റ് വൺ ഓൾസോ. നൗ സം അതർ ലൈക്ക് ആഫ്റ്റർ സം ടൈം നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റിയത് സംതിങ് ഈസ് ക്രിയേറ്റിംഗ് സം വാട്ട് ഈസ് ദാറ്റ് ന്യൂ സർവീസസ്. അപ്പോൾ ഏതൊക്കെയോ ഒരു സർവീസസ്, ഓക്കെ, സിസ്റ്റം കൺട്രോളർ ഒരു പുതിയൊരു സർവീസിനെ സ്പിൻ ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് കൺസ്യൂമിങ് CPU അഗെയിൻ 100%. Now we removed that one also. Now we want to check what is the root cause of this. And we found that actually some code. അപ്പോൾ ഇതായിരുന്നു ഇഷ്യൂ. And we fixed it. Now it is working properly. After 2 days, the hostinger is giving this notification. See, there is some issues are going on and you have to do these updates and all, patches are available. Before that hostinger notification only, we sorted it. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സർവീസ് കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇഫ് സം ഇഷ്യൂസ് ആർ കമ്മിങ്, വി വിൽ സോർട്ട് ഇറ്റ് ഓൺ സ്പോട്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, നമ്മൾ റിയാക്ട് സെർവർ കോമ്പണൻറ്റ് യൂസ് ചെയ്യുന്നില്ല, വി ആർ ജസ്റ്റ് യൂസിങ് ഫോർ ലൈക്ക് ക്ലയൻറ്റ് സൈഡ് ഓഫ് റിയാക്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് ഈ ഒരു ഇഷ്യൂ വരുമോ? ഐ മീൻ ഈസ് ഇറ്റ് ആർ വെബ്സൈറ്റ് വിൽ ഗെറ്റ് കോംപ്രമൈസ്ഡ്? ദ ആൻസർ ഈസ് യെസ്. നിങ്ങൾ ആ റിയാക്ട് സെർവർ കോമ്പണൻറ്റ് യൂസ് ചെയ്യുന്നില്ലെങ്കിലും ആ ഒരു ഇഷ്യൂസ് വരും, ബിക്കോസ് ഈ ഒരു റിയാക്ട് ലൈബ്രറി ഇൻക്ലൂഡ്സ് ഇറ്റ്. പിന്നെ ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണിക്കും അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷൻ. ദീസ് ഇൻസ്ട്രക്ഷൻസ് ഹാവ് ബീൻ അപ്ഡേറ്റഡ് ടു ഇൻക്ലൂഡ് ദ ന്യൂ വൾനറബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഈ ഒരു പാച്ച് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ 1 week അഗെയിൻ ദേ ഫൗണ്ട് 2 more വൾനറബിലിറ്റി. അതാണ് ഡെനിയൽ ഓഫ് സർവീസ്. അപ്പോൾ ഹൈ സേവിയറിറ്റിയാണ്. അപ്പോൾ ഇത് ഐ മീൻ കൈൻഡ് ഓഫ് പാനിക് സിറ്റുവേഷൻ തന്നെയാണ്, ബിക്കോസ് ദ CVSS സ്കോർ ഈസ് 7.5. ആൻഡ് അനദർ ഇഷ്യൂ സോഴ്സ് കോഡ് എക്സ്പോഷർ, അത് CVSS 5.3. ഐ മീൻ നോട്ട് ദാറ്റ് മച്ച്, ബട്ട് ഇറ്റ് ഹാസ് സം ഇമ്പാക്റ്റ്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ് മീ ഓപ്പൺ ദീസ് പോസ്റ്റ്. അപ്പോൾ ആക്ച്വലി December 5 നേരത്തെ കണ്ട ആ ഒരു ബ്ലോഗ് പോസ്റ്റ് റിയാക്ട് പബ്ലിഷ് ചെയ്താണെങ്കിൽ December 11 വീണ്ടും 2 more വൾനറബിലിറ്റീസിൻ്റെ പുതിയൊരു ഡോക്യുമെൻറ്റേഷൻ ഇട്ടു, ഡെനിയൽ ഓഫ് സർവീസ് ആൻഡ് സോഴ്സ് കോഡ് എക്സ്പോഷർ ഇൻ റിയാക്ട്. ബേസിക്കലി എന്താണ് ഡെനിയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അതായത് ഈ ഡെനിയൽ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ കോഡ് ഓൺ യുവർ ലൈക്ക് എന്താണ്, നമ്മളിപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് സൈഡിൽ പെർട്ടിക്കുലർ കോഡ് ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ സെർവർ കംപ്ലീറ്റ് ഹാങ് ആവും. അതായത് പിന്നെ പുതിയ യൂസേഴ്സിന് നിങ്ങളുടെ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു രീതിയിലാണ്. സോ ഇറ്റ് വിൽ കൺസ്യൂം കംപ്ലീറ്റ് CPU കൺസ്യൂം ചെയ്തെങ്കിൽ എന്താവും, പിന്നെ ആ ഒരു സെർവർ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ആണ്. സോ ഇറ്റ് ഈസ് ഐ മെൻഷൻ 7.5 CVSS. പിന്നെ രണ്ടാമത്തെന്ന് പറയുമ്പോൾ സോഴ്സ് കോഡ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ഇൻപുട്ട് ഓൺ ക്ലയൻറ്റ് സൈഡ്. അപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് സോഴ്സ് കോഡ് കിട്ടും. അപ്പോൾ ആ സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ഐ മീൻ ബേസിക്കലി ഈ സോഴ്സ് കോഡ് എക്സ്പോഷർ എന്ന് പറയുമ്പോൾ വൈ ഇറ്റ് ഈസ് 5.3 ഐ മീൻ 5.3 എന്തുകൊണ്ടാണ് 5.3 കൊടുത്തതെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മേജർ ഇഷ്യൂ അല്ലേ, വൈ ഇറ്റ് ഈസ് മെൻഷൻ 5.3? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ബേസിക്കലി ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും അതിൻ്റെ ക്ലോൺസ് അവൈലബിൾ ആണ്.
ഓക്കെ, ക്ലോൺസ് എന്ന് പറയുമ്പോൾ എക്സാക്റ്റ് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം വർക്കാവുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് വർക്കാവുക, എന്താണ് ഇതിൻ്റെ സോഴ്സ് കോഡ്, അത് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഐ മീൻ വി ക്യാൻ ഗെറ്റ് ദാറ്റ് വൺ. പക്ഷേ ഈ ഒരു സോഴ്സ് കോഡ് കൊണ്ട് മാത്രം നമുക്ക് ഒരു സിസ്റ്റമിനെ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു സോഴ്സ് കോഡ് കിട്ടിയത് കൊണ്ട്, അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഒരു സോഴ്സ് കോഡ് കിട്ടിയത് കൊണ്ട് ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഇറ്റ് വിൽ ബിക്കം ഇഷ്യൂ. എപ്പോൾ എന്ന് വെച്ചാൽ, അതായത് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സീക്രട്ട് കീസൊക്കെ നമ്മൾ ഹാർഡ് കോഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സോഴ്സ് കോഡിൽ സീക്രട്ട് കീസ് ഹാർഡ് കോഡ് ചെയ്താൽ ദിസ് ഈസ് എ ഇഷ്യൂ. അപ്പോൾ എന്താ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ അതിൻ്റെ സീക്രട്ട് കീ നമ്മൾ സോഴ്സ് കോഡിൽ ഹാർഡ് കോഡ് ചെയ്തു. അപ്പോൾ എന്താവും, ഈ ഒരു വൾനറബിലിറ്റി ആ ഒരു വെബ്സൈറ്റിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് കോഡ് തേർഡ് പാർട്ടിക്ക് കിട്ടും അല്ലെങ്കിൽ ഹാക്കറിന് കിട്ടും. ഹാക്കർ ആ സെക്യൂരിറ്റി കീ യൂസ് ചെയ്യും, സീക്രട്ട് കീ യൂസ് ചെയ്യും. അപ്പോൾ ദേ വിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് സീക്രട്ട് കീസ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. സോ ഇഫ് യു ആർ ഡൂയിങ് സം ബാഡ് കോഡിങ് ദെൻ ഇറ്റ് ഈസ് എ ഇഷ്യൂ. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മേജർ, ബിക്കോസ് ഇവൻ ദ ഹാക്കർ ഈസ് ഗെറ്റിംഗ് യുവർ സോഴ്സ് കോഡ്, ദേ കാൺ ഡു എനിത്തിങ്. സോ ദാറ്റ്സ് വൈ ഈ ഒരു CVSS സ്കോർ 5.3. അപ്പോൾ ടോട്ടലി 3 വൾനറബിലിറ്റീസാണ് ഈ ഒരു റിയാക്റ്റിൽ വന്നത്. അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചത്, അപ്പോൾ ഈ മറ്റേ ഹാക്കർ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു സംഭവം എത്തിയപ്പോൾ, അതായത് December 3 റിയാക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ തന്നെ ഹാക്കർ കമ്മ്യൂണിറ്റി ഫുൾ ആക്റ്റീവായി. ഓക്കെ, സംതിങ് ഈസ് ഗോയിങ് ഓൺ ദെയർ. ഓക്കെ, ഒരു മേജർ ഇഷ്യൂ ആണ് അവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ദേ ഗോട്ട് എൻറ്റയർ സ്റ്റോറി, എന്താണ് ഇതിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് അവർക്ക് കിട്ടി. അതോടെ അവർ ആക്റ്റീവായി, പുതിയ എന്തെങ്കിലും കിട്ടും എന്ന രീതിയിൽ ഡീപ്പ് ഡൈവ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദേ ആർ ഫൈൻഡിങ് ദ ഇഷ്യൂസ്. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യും, ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യും. ആൻഡ് മേ ബി വിൽ വെയിറ്റ് ഫോർ ഫ്യൂ അതേഴ്സ്, ഐ ഡോണ്ട് നോ. അപ്പോൾ ചിലപ്പോൾ ഇനിയും വൾനറബിലിറ്റീസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ സർവീസ് പ്രൊവൈഡേഴ്സ്, അതായത് AWS ആയാലും വേഴ്സൽസ് ആയാലും പിന്നെ ഇതൊക്കെ സർവീസ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇനീഷ്യലി ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു എന്താണ് പറയുക, ഒരു ഫ്രണ്ട് വന്നിട്ട് അവരുടെ രീതിയിലായിട്ട് പ്രൊട്ടക്ഷന് കൊണ്ടുവന്നു. ഈ ഒരു വൾനറബിലിറ്റി എന്തെങ്കിലും പ്രോംപ്റ്റ്സ് ഓർ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് ഈ ഒരു റിമോട്ട് കോഡ് എക്സിക്യൂഷൻ നടക്കുന്ന ആ ഒരു സംഭവത്തിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു രീതിയിൽ പ്രൊട്ടക്ഷൻസ് നമുക്ക് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഹോസ്റ്റിംഗറിലാണ് നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ പുള്ളിക്കാരന് യൂസ് ചെയ്തിരുന്നത് VPS ഹോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ VPS ഹോസ്റ്റിങ്ങിൽ ഈ രീതിയിലുള്ള സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അതേസമയത്ത് ഹൈ ലെവലിൽ പല ക്ലൗഡ് പ്രൊവൈഡേഴ്സും ഇതിൻ്റെ സൊല്യൂഷൻസ് അപ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നെങ്കിലും എന്ത് പറഞ്ഞാലും ഈ ഒരു സൊല്യൂഷൻസ് ഇത് 100% സൊല്യൂഷൻ അല്ല. അവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ സൈഡിൽ നിന്ന് അതിൻ്റെ പാച്ചിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് 100% ആയിട്ട് ആ ഒരു ഇഷ്യൂവിൽ നിന്ന് നമുക്ക് ഈ ഇഷ്യൂവിനെ റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്ക്ലൈമറിൽ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഇതിൽ നിങ്ങൾ റിയൽ സെർവറിൽ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വെബ്സൈറ്റിൽ ട്രൈ ചെയ്യാതിരിക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് ഇല്ലീഗൽ. പിന്നെ ഇതിൻ്റെ റൂട്ട് കോസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സംഭവം ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ഡയറക്റ്റ്ലി ഗോ ടു കോഡ് ആൻഡ് വി ക്യാൻ എക്സിക്യൂട്ട് ഫ്യൂ തിങ്സ്. നമുക്ക് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് മീ ഗോ ബാക്ക് ടു, അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ടെർമിനൽ ഓപ്പൺ ചെയ്യും, ന്യൂ ടെർമിനൽ. ഇപ്പോൾ നമ്മളുള്ളത് ഒരു നെക്സ്റ്റ്.js-ൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇപ്പോൾ കഴ്സറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് മീ ക്രിയേറ്റ് എ നെക്സ്റ്റ്.js പ്രോജക്റ്റ്. അപ്പോൾ നമ്മുടെ ആ ഒരു വൾനറബിലിറ്റി ഉണ്ടായിരുന്ന
സെയിം പാക്കേജാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ദ ലേറ്റസ്റ്റ് പാക്കേജസ് അതിൽ സൊല്യൂഷൻസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഡിസംബർ 3 റിപ്പോർട്ട് ചെയ്ത ആ ഒരു പാച്ചിനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് വി ക്യാൻ ചെക്ക് ഹൗ എക്സാക്ട്ലി ദിസ് ഈസ് കോസിങ് ഇഷ്യൂ. അപ്പോൾ Next.js ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് NPM 6. അപ്പോൾ ഈ ഒരു വെർഷനിലാണ് ആ ഒരു ഇഷ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തത്. പിന്നെ വേറെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ലെറ്റ് മി ടേക്ക് ദിസ് വൺ. പിന്നെ ഒരു നെയിം ഇട്ട് കൊടുക്കാം, റിയാക്ട് ടു ഷെൽ. ഇതിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നെയിമാണ്. എന്നിട്ട് ഞാൻ എസ് എന്നിട്ട് കൊടുക്കും. സോ എസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ ഒരു ഇഷ്യൂ ഇപ്പോഴും നിലവിൽ അവൈലബിൾ ആണ്. ഒരുപാട് വെബ്സൈറ്റ് ഈ ഒരു വൾനറബിലിറ്റിയിൽ ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ സൊല്യൂഷൻ ഇല്ലാണ്ട് ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റ്സിന് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, ഇൻറ്റൻഷനലി ഈ ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ഇല്ലീഗൽ. ഓക്കെ, without their permission, if you are doing some kind of what is that, hacking and all, it is illegal. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഇഷ്യൂ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്താൽ മതി. ദെൻ ഡോണ്ട് തിങ്ക് ബിയോണ്ട് ദാറ്റ്. ഫൈൻ. അപ്പോൾ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ഇഷ്യൂ നോക്കാം, ഏത് രീതിയിലാണ് പ്രോബ്ലമാറ്റിക് ആവുന്നത്. ജസ്റ്റ് ഒരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ മാത്രമേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിലും ഞാനിപ്പോൾ ഒരു ഇൻപുട്ട് പോലും, ഒരു കോഡ് പോലും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് ലൈക്ക് ജസ്റ്റ് ഐ ടുക്ക് ഫ്രഷ് ബോയിലർ പ്ലേറ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ ഫ്രം Next.js ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തതാണ്. അപ്പോൾ NPM ത്രൂ ഞാൻ പിക്ക് ചെയ്ത ഒരു ടെംപ്ലേറ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് ജസ്റ്റ് ഒന്ന് NPM run dev എന്നടിച്ച് ഞാൻ ഇതിനെ റൺ ചെയ്യും. ലെറ്റ് മി ഡു വൺ തിങ്, cd react to shell. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഫോൾഡറിലേക്ക് ഞാൻ എൻ്റർ ചെയ്തു. എന്നിട്ട് NPM run dev. സോ ഡോണ്ട് ഓപ്പൺ. ഇവിടെ എന്തായി, ആപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ട്. യു ക്യാൻ സി സ്റ്റാർട്ടിങ് റെഡി ഇൻ 300 millisecond. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കൺസിഡർ ചെയ്യാം. ഈ രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷനിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ആവുന്നുണ്ടാവുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷനിൽ റൺ ആവുക. ഐ മീൻ അവിടെ നമ്മൾ ബിൽഡൊക്കെ ചെയ്യും, ബട്ട് നോർമലി ബിൽഡ് ചെയ്താലും ദ ടെർമിനൽ വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, അവിടെ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻ ബിഹൈൻഡ് ദ സീൻ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ ദിസ് ഈസ് ദ സെർവർ, യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ സെർവർ. ഓക്കെ, സോ ഒരു നിലക്കും നമുക്ക് എന്താവില്ല, ക്ലയൻറ്റിന് ഇന്ന് ഡയറക്റ്റായിട്ട് ഇവിടെ ടെർമിനൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ബിക്കോസ് ദിസ് ഈസ് സെർവർ ആൻഡ് വി വിൽ ട്രൈ ഇറ്റ് ഓൺ അവർ ഫ്രണ്ട് എൻഡ്. ഓക്കെ, അതായത് ക്ലയൻറ്റിൽ നമ്മൾ നോക്കാം. സോ ക്ലയൻറ്റിന് ഒരു രീതിയിലും ഇവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റത്തില്ല വിതൗട്ട് എനി ക്രെഡൻഷ്യൽ ഓർ ഓത്തറൈസേഷൻ ഇല്ലാണ്ട് ഇവിടെ ഒരു സംഭവം ചെയ്യാൻ പറ്റൂല എന്നാണ് നോർമലി ഇതിൻ്റെ ഒരു ലോജിക് ഉള്ളത്. ഓക്കെ, ബട്ട് ലെറ്റ് മീ ഷോ യു ഹൗ എക്സാക്ട്ലി ദിസ് ഇഷ്യൂ കെയിം. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ചില കോൺസെപ്റ്റ് നമുക്ക് ഇതിനെ നോക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഞാനിതിൽ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ സിനാരിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത പുള്ളിക്കാരൻ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ലാഷ്ലൺ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ, അതായത് ലാഷ്ലൺ ഡേവിഡ്സൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ, അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു ഇഷ്യൂ മെറ്റ ടീമിന് പറയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരു POC ഒക്കെ, പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു POC ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തു. അതാണ് റിയാക്ട് ടു ഷെൽ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, റിയാക്ട് ടു ഷെൽ. സോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും https react2shell.com. അപ്പോൾ ഇത്
പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റാണ്. ഇവിടെ ലാസ്റ്റിലും കാണിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്, എങ്ങനെയാണ് ഈ ഒരു ഇഷ്യൂവിനെ ഫൈൻഡ് ഔട്ട് ചെയ്തത്, ഇതിൻ്റെ പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഐ ഹാവ് നൗ ഷെയർഡ് മൈ POCs സെവറൽ അവേഴ്സ് ലേറ്റർ. സോ ഈ POC എന്താണെന്ന് നമുക്ക് നോക്കാം. സോ POC എന്ന് പറയുമ്പോൾ അതൊരു ഗിറ്റ്ഹബ് റെപ്പോയാണ്. അപ്പോൾ ഗിറ്റ്ഹബ് റെപ്പോയിൽ ഒരു 3-4 എന്താണ് വർക്കിംഗ് പ്രോംപ്റ്റ്സ്, വർക്കിംഗ് കമാൻഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 0 വെരി ഫസ്റ്റ് RCE POC, പിന്നെ 01 സബ്മിറ്റഡ് POC. ഈ സബ്മിറ്റഡ് POC ആണ് മെറ്റയിലേക്ക് സബ്മിറ്റ് ചെയ്ത POC. പിന്നെ ഒരു എക്സാമ്പിൾ POC ഇവിടെ ഉണ്ട്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് പുള്ളിക്കാരൻ ഇതിൻ്റെ ഒരു കമാൻഡിനെ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ റിമോട്ട് കോഡ് ഇതിനെ ബിൽഡ് ചെയ്തത് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. സോ ഇവിടെ നോക്കിയതുപോലെ തന്നെ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്ത റിമോട്ട് എക്സിക്യൂഷൻ കോഡാണിത്. അപ്പോൾ ഇതേ രീതിയിൽ മെറ്റയിലേക്ക് സബ്മിറ്റ് ചെയ്ത സെക്കൻഡ് 01 ഇവിടെ കാണിക്കുന്നുണ്ട് ഏത് രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡിഫറെൻറ്റ് ഇത് എക്സ്പ്ലോയിറ്റ് നെക്സ്റ്റ് JSൻ്റെ ആ ഒരു വൾനറബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷനും, അതേപോലെ തന്നെ വാക്കു, അതിന് 2 ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അവിടേക്ക് ഈ ഒരു പേലോഡാണ് ക്ലയൻറ്റിലൂടെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേലോഡ് സെൻഡ് ചെയ്യുന്നതിലൂടെ നെക്സ്റ്റ് JS ബ്രേക്ക് ആവും, സെർവർ കോംപ്രമൈസ് ആവും. ഓക്കെ, സെർവർ ആക്സസ് കോംപ്രമൈസ് ആയി. അപ്പോൾ ആ ഒരു രീതിയിലുള്ള POCs പുള്ളിക്കാരൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡീപ്പായിട്ട് ഇതിനെ ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഈ ഒരു ഫംഗ്ഷൻ വർക്കൗട്ട് ആവുക എന്നുള്ളത്. അപ്പോൾ സെയിം കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് JSൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് JS ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതേ രീതിയിൽ ഒരു ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് സെർവറിൻ്റെ ആക്സസ് ഏത് രീതിയിലാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട്. അതായത് ഇത് ഈ ഒരു റിയാക്ട് JSൽ മാത്രം വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. ബേസിക്കലി ഒരു ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവിടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഒരു ഫ്രണ്ട് എൻഡ് ടു ബാക്ക് എൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ API ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു റിയാക്റ്റിൻ്റെ കേസിൽ ആ രീതിയിലല്ല. ഈ ഒരു സർവർ കോമ്പണൻസ് ആണ് ഉള്ളത്. സർവർ കോമ്പണൻസ് ആണ് ആക്ച്വലി ഈ ഒരു ഇഷ്യൂവിൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്റ്റിൻ്റെ കേസിൽ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോളിൻ്റെ നെയിമാണ് ഫ്ലൈറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഫ്രണ്ട് എൻഡ് ടു ബാക്ക് എൻഡ് ഡേറ്റ ട്രാൻസ്ഫർ ആവുക, ഏത് രീതിയിലാണ് സീരിയലൈസ് ആവുക, ഏത് രീതിയിലാണ് ഡീസീരിയലൈസ് ആവുക എന്നുള്ളതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ ഇത് റിയാക്റ്റ് അവരുടെ ടീം ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോട്ടോക്കോളാണ്. സോ ആ ഒരു പ്രോട്ടോക്കോളിലാണ് ഈ ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ഔട്ട് ആയത്. ആ ഒരു പ്രോട്ടോക്കോളാണ് ആക്ച്വലി ബ്രേക്ക് ആയത്. ഓക്കെ, സോ അതാണ് ഈ ഒരു ഇഷ്യൂവിനുള്ള മെയിൻ റീസൺ എന്നുള്ളത്. ഓക്കെ, ആ ഒരു പ്രോട്ടോക്കോളിനെയാണ് പുള്ളിക്കാരൻ ബ്രേക്ക് ചെയ്തത്. സോ അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേലോഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു സബ്മിറ്റഡ് POCയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പീസ് ഓഫ് കോഡാണ് മെയിനായിട്ട് ഈ ഒരു വൾനറബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു പേലോഡാണ് പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 01, 02 ആക്ച്വലി ഇതിനെ ഡിഫറെൻറ്റ് ചങ്ക്സ് ആയിട്ടാണ് പുള്ളിക്കാരൻ സെൻഡ് ചെയ്യുക. ഓക്കെ, അതിലും ഈ ഒരു 4th ചങ്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൺസോൾ ലോഗ് 7+7+1, അതായത് ഈ ഒരു 7+7+1 എന്നുള്ള ഈ ഒരു സംഭവം സെർവറിൽ എക്സിക്യൂട്ടായി കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് തിങ്ക് ഓഫ് യുവർ സെർവർ ഈസ് കോംപ്രമൈസ്ഡ്. ആൻഡ് ഈ ഒരു കേസിൽ ഇതെന്താവും, ഈ ഒരു കൺസോൾ ആ സെർവറിൽ പോയി എക്സിക്യൂട്ട് ആവും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ്. പിന്നെ മെറ്റയുടെ കേസിൽ പറയുമ്പോൾ ഒബ്വിയസ്ലി POC സെൻഡ് ചെയ്ത സമയത്ത് അവർക്കൊരു കൗതുകം അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ഒബ്വിയസ്ലി ദേ ബിലീവ് ഓക്കെ ഇറ്റ് വോണ്ട് ഹാപ്പൻ, ഈ POC വർക്കാവില്ല എന്ന് അവരുടെ മനസ്സിൽ കരുതിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഓൺ ദെയർ സൈഡ് ഇവർ 7+7+1 എക്സിക്യൂട്ട് ആയി. Then at that particular point they were in a panic situation. And എന്താണ് പാനിക്? ബിക്കോസ് ഓൾറെഡി ഒരുപാട് വെബ്സൈറ്റ്, കോടിക്കണക്കിന് വെബ്സൈറ്റ് റിയാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
Now what is the case of that website? Who is the responsibility of this issue? അതാണ് അവിടെ സംഭവിച്ചത്. When he sent this particular payload to Meta get scared. Okay, they didn't even think of this situation. അതായത് who will take responsibility? Someone has to take the responsibility, right? ബിക്കോസ് ഒരുപാട് കമ്പനീസ്, വലിയ വലിയ കമ്പനീസാണ് ഈ ഒരു സംഭവത്തിന് റിയാക്റ്റിന് ഡിപ്പെൻഡ് ചെയ്തുള്ള. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസൊക്കെ ഇപ്പോൾ കോംപ്രമൈസ്ഡ് ഓൺ സെക്യൂരിറ്റി വൾണറബിലിറ്റിയിലാണ് ഇപ്പോഴും. ഐ മീൻ ഈവൻ ദിസ് പെർട്ടിക്കുലർ ടൈം ആൾസോ ദേ ആർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, സോ ഇതാണ് സംഭവം. പിന്നെ ഇനിയും നമുക്ക് ഇതിൻ്റെ ഡീപ്പായിട്ട് നോക്കാനുണ്ട്, ഞാൻ പറയാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ ഒരു 7x7+1 എന്നുള്ള ഈ ഒരു നമ്പർ അവിടെ എക്സിക്യൂട്ട് ആയ സമയത്ത് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ്. ഓക്കെ, someone has added some number to your server without your permission, without authentication or authorization. Someone has added a number. Then you just think of they can do anything. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം they can even steal your secret keys, they can take access of your database, they can take your source code, they can take or they can delete everything from your server. സെർവറിനെ അതായത് എം ടി ആക്കി അവിടെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. they can add malware, they can execute their own website, they can do anything. That is what happened. Okay, വേറൊരു കാര്യം കൂടി, someone has taken the access. ഓക്കെ, അതായത് ഒബ്വിയസ്ലി നോർമലി നമ്മൾ സെർവർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ SSH ത്രൂ ആയിരിക്കും കണക്ട് ചെയ്യുക. SSH ത്രൂ ദ പാസ്വേഡ് ഉണ്ടാവില്ല. നോർമലി പാസ്വേഡ് ഒത്തൻറ്റിക്കേഷൻ നോർമലി നമ്മൾ പ്രൊഡക്ഷനിൽ ഉണ്ടാവില്ല. അവിടെ SSH ത്രൂ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹാക്കർ എന്ത് ചെയ്തു, ഈ ഒരു പീസ് ഓഫ് കോഡിനെ സെൻഡ് ചെയ്തു. ദേ ടുക്ക് ദ ആക്സസ് ആൻഡ് ദേ ഡിലീറ്റഡ് ദാറ്റ് SSH ആൻഡ് ദേ ആഡഡ് ദിയർ ഓൺ SSH. അപ്പോൾ എന്തായി, ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സെർവറിൻ്റെ ആക്സസ് പോലും ഇല്ല. ബട്ട് someone has. Now it is a handicap situation. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരൻ വേറൊരു തേർഡ് POC ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മ്യാവ് RC POC എന്ന് പറഞ്ഞിട്ട്, കുറച്ചും കൂടി ഫണ്ണി ആയിട്ട്. അതായത് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെർവറിൽ പോയിട്ട് മ്യാവ് എന്നുള്ള ഒരു ഇറ്റ് ഈസ് നോട്ട് എ കമാൻഡ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ കൺസോൾ. അതായത് ഐ ക്യാൻ ഹിയർ. ഓക്കെ, സോ ഹിസ് ഹാക്കർ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ഞാനിവിടെ എത്തി, നൗ ഇറ്റ് ഈസ് മൈ ടൈം, ഐ ക്യാൻ ഡു എനിത്തിങ്. അതാണ് ആ ഒരു ഫണ്ണി രീതിയിൽ പുള്ളിക്കാരൻ ഒരു പേലോഡും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ് ഗ്രേറ്റ് പേഴ്സൺ വി ക്യാൻ സേ, ലാഷ്ലൻ ഡേവിഡ്സൺ ഫ്രം ന്യൂസിലാൻഡ്. Now it's time to go for a real attack. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് പോവും. സ്റ്റിൽ ദർ ഈസ് വൺ മോർ കോൺസെപ്റ്റ്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം ഏത് രീതിയിലാണ്. സോ ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ നെക്സ്റ്റ്.js-ൻ്റെ ഫ്രഷ് സ്കെഫോൾഡ്. ഓക്കെ, സ്കെഫോൾഡാണിത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു നെക്സ്റ്റ്.js എന്താണോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ അതേ രീതിയിൽ ഇവിടെ ഉണ്ട്. I didn't added a single code also. ഒരു സിംഗിൾ കോഡ് പോലെ ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. എന്നിട്ട് അതിനെ റൺ ചെയ്തു. ആൻഡ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് 3000-ലാണ് നമ്മുടെ ലോക്കൽ സെർവർ റൺ ആവുക. സോ ഇവിടെ ഇത് ഡെവ് എൻവയർമെൻ്റ് ആണ്, ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഡെവ് എൻവയർമെൻറ്റ്. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറയുന്ന പോർട്ടിലാണ് റൺ ആവുക. സോ സെയിം കേസാണ് നമ്മുടെ റിയൽ സെർവറിലും നടക്കുക. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ്സ് ടേക്ക് gladsme.com അല്ലെങ്കിൽ xyz.com. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് എൻഡ്, ആക്ച്വലി ഫ്രണ്ട് എൻഡ് ഈ രീതിയിലാണ് ഉണ്ടാവുക. അതായത് ഒരു ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ നെയിം ആയിരിക്കും ഉണ്ടാവുക. സോ ഐ ക്യാൻ സീ ദ ഫ്രണ്ട് എൻഡ് ഹിയർ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് എൻഡിൽ നിന്ന് നമുക്ക് ബാക്ക് എൻഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെർവറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ APIs ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സിനാരിയോ എങ്ങനെയെന്ന് വെച്ചാൽ റിമോട്ട് കോഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞില്ലേ ആ ഒരു വൾണറബിലിറ്റി, ഈ ഒരു ഫ്രണ്ട് എൻഡിൽ നിന്ന് ഏതൊരു യൂസർ, അതായത് ഇപ്പോൾ ലെറ്റ്സ് ടേക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് XYZ വെബ്സൈറ്റ്, മില്യൺസ് ഓഫ് യൂസ് ചെയ്യുന്ന പബ്ലിക്കലി അവൈലബിൾ ആയ വെബ്സൈറ്റ്. ഓക്കെ, അതിൻ്റെ
കൺസോളിലേക്ക് വന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കോഡ് ഇവിടെ ആഡ് ചെയ്തു, എന്തെങ്കിലും ടൈപ്പ് ചെയ്തു, ആൻഡ് വൈൽ റണ്ണിങ് ഇറ്റ്സ് ഗോയിങ് ടു യുവർ സർവർ. സർവറിലേക്ക് ഹിറ്റ് ചെയ്തു, എന്നിട്ട് സെർവറിൻ്റെ ആക്സസ് ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് ദ ആക്സസ് ഹിയർ, ദെൻ യു ജസ്റ്റ് തിങ്ക് ഓഫ് എന്തായിരിക്കും സിറ്റുവേഷൻ. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് സംതിങ് വി ആർ ആഡിങ് ഹിയർ, നമ്മളിവിടെ ഒരു പെർട്ടിക്കുലർ കമാൻഡ് ഇട്ട് കൊടുക്കും, സോ ദാറ്റ് നിങ്ങളുടെ കംപ്ലീറ്റ് സെർവർ ആക്സസ് എനിക്കിവിടെ കിട്ടി. ദെൻ ഇറ്റ് ഈസ് ഓൺലി ഡിഫൈൻഡ് ആസ് ഡേഞ്ചറസ്, റൈറ്റ്? അതുകൊണ്ടാണ് ഈ ഒരു വൾനറബിലിറ്റിയിലേക്ക് 10 out of 10 സ്കോർ കിട്ടിയത്. സോ റിയലി ഗ്രേറ്റ് ജോബ്. സോ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ഞാനൊരു പെർട്ടിക്കുലർ പീസ് ഓഫ് കമാൻഡ് എഴുതും, എന്നിട്ട് നിങ്ങളുടെ സെർവറിനെ ഞാൻ ഹാക്ക് ചെയ്യും വിത്ത് സിംഗിൾ സ്ക്രിപ്റ്റ്. ഒരു സിമ്പിൾ സ്ക്രിപ്റ്റിൽ ഞാൻ റൺ ചെയ്ത സെർവർ ഹാക്കായി. ലെറ്റ് മീ ഷോ യു. ഇപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ലെറ്റ് മീ ഡു വൺ തിങ്, കൺസോൾ ഡോട്ട് ലോഗ് ഹലോ എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നാൽ ഞാൻ ഇതിനെ റൺ ചെയ്ത ഹലോ എനിക്ക് ഇവിടെ തന്നെ കിട്ടി. ഓക്കെ, ദിസ് ഈസ് ഓൺ ക്ലയൻറ്റ് ആൻഡ് ദിസ് ഈസ് ഓൺ ക്ലയൻറ്റ്. ക്ലയൻറ്റിലാണ് എനിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയത്. ഇറ്റ് ഡസൻ മേക്ക് എനിത്തിങ്. ഇതാണ് സെർവർ. ഓക്കെ, സെർവറിൽ ഒരു ചേഞ്ചസും ഇല്ല, സെർവർ ഒരു ചേഞ്ചസും കാണിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഡസൻ മേക്ക് എനിത്തിങ്, റൈറ്റ്? ഈ ഒരു സംഭവം സെർവറിന് ഒരു പ്രശ്നമേ അല്ല. യു ക്യാൻ ഡു എനിത്തിങ് ഹിയർ, ഡസൻ മേക്ക് എനി ഇഷ്യൂ. പക്ഷേ ലെറ്റ് മീ ഗീവ് യു എ പീസ് ഓഫ് കോഡ് ആൻഡ് ഐ വിൽ ഷോ യു വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഒരു ഫോൾഡറിൽ 2 ഡിഫറെൻറ്റ് JS സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ് മി ടേക്ക് 1. സോ എക്സ്പ്ലോയിറ്റ് 0 ആൻഡ് എക്സ്പ്ലോയിറ്റ്സ് 1 ബേസിക്കലി സെയിം കോൺസെപ്റ്റാണ് അവിടെ എന്താണ് ഡേവിഡ്സൺ ക്രിയേറ്റ് ചെയ്ത സെയിം കോൺസെപ്റ്റ് കുറച്ചും കൂടി എക്സിക്യൂട്ടബിൾ രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എക്സ്പ്ലോയിറ്റ് 0 ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യും. ഓക്കെ, ഇപ്പോൾ നോക്കുക, അതായത് നമ്മുടെ സെർവറിൽ എന്താണ് ഒന്നുമില്ല. അതായത് ലെറ്റ് മി ടേക്ക് ഹിയർ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നത്തിങ് ഈസ് ദെയർ. സെർവറിന് ഒരു ചേഞ്ചസും വരുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ടുക്ക് ദിസ് കോപ്പി. ഓക്കെ, ഇത് ആ ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് കരുതുക. ആൻഡ് ഐ വിൽ ഗോ ടു ദ ബ്രൗസറിലേക്ക് പോയി. ഇതിപ്പോൾ നമ്മുടെ xyz.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ജസ്റ്റ് ഇവിടെ ഞാൻ ഇതിനെ പേസ്റ്റ് ചെയ്തു ആൻഡ് എൻറ്റർ, ഡൺ. സി അറ്റംപ്റ്റിംഗ് ടു റൺ കമാൻഡ് എക്കോ മ്യാവ് മ്യാവ്. ഇവിടെ ഇത് ഫ്രണ്ട് എൻഡ് ആണ്. ലെറ്റ് മി ചെക്ക് ബാക്ക് എൻഡ് മ്യാവ് മ്യാവ്. അതായത് നീ അവിടെ ഇട്ട കോഡ് നിൻ്റെ സെർവർ ഹിറ്റ് ചെയ്തു. നൗ ഐ ക്യാൻ ഡു എനിത്തിങ്, സിംപ്ലി ഐ ക്യാൻ ഡു എനിത്തിങ്. സിമ്പിളായി കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബ്രൗസർ, ഇതാണ് എൻ്റെ സെർവർ കോഡ്. ഞാനിവിടെ ഒരു env ഫയൽ ക്രിയേറ്റ് ചെയ്തു. .env db pass ഈക്വൽസ് ടു സം റാൻഡം പാസ്വേഡ്. ഓക്കെ, സിംപ്ലി ഞാനിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് എക്സ്പ്ലോയിറ്റ്, അതായത് ഈ ഒരു JS ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യും, നേരെ എൻ്റെ ബ്രൗസറിലേക്ക് പോയി. ലെറ്റ് മി ക്ലിയർ ദിസ്. ക്ലിയർ. ഇതിൻ്റെ xyz.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ജസ്റ്റ് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. ഇവിടെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും cmd കമാൻഡ് ഈസ് ls മീൻസ് ലിസ്റ്റിംഗ് ഓൾ കണ്ടൻറ്റ്. ഓക്കെ, അതായത് ഫോൾഡറും ഫയൽസൊക്കെ ലിസ്റ്റ് ഔട്ട് ആവും. സോ ഈ ഒരു ls ഞാൻ എന്ത് ചെയ്യും, റൺ ചെയ്യും. ഓക്കെ, യു ക്യാൻ സി ദിസ് കമാൻഡ്. ഈ കമാൻഡ് ഇവിടെ എക്സിക്യൂട്ട് ആവും ഈ ഒരു രീതിയിൽ. പേലോഡാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്, പേലോഡ് JSON. ഈ ഒരു പേലോഡിനെ ഞാൻ ഈ ഒരു ബോഡി പാർട്ടിൽ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് എൻ്റർ അടിച്ചു കൊടുത്താൽ യു ക്യാൻ സി ദ കമാൻഡ് ഈസ് ഷോയിങ് ഓൾ ദ ഫയൽസ് ഇൻ യുവർ സെർവർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ env ഫയൽസൊക്കെ കാണിക്കുന്നില്ല. ഓക്കെ, env ഫയലൊന്നും ഇല്ല. സോ ഹൗ ഐ ക്യാൻ ഗെറ്റ് ദാറ്റ്? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ Ctrl+V അടിച്ചു കൊടുത്തു. ls പകരം ls - la. അപ്പോൾ കംപ്ലീറ്റ് ഓൾ ഇൻഫർമേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി, ഓൾ ഫയൽ
ഇൻഫർമേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹിറ്റ് എൻറ്റർ, യു ക്യാൻ സീ എവറിത്തിങ് ഈസ് ഹിയർ. സോ ലെറ്റ് മീ ഷോ യു വൺ സെക്കൻഡ്. ഓക്കെ, യു ക്യാൻ സീ എവറിത്തിങ് ഈസ് ഹിയർ. കംപ്ലീറ്റ് ഡീറ്റെയിലാണ് ഇവിടെ വന്നത്. അതായത് env ഫയൽ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, വാട്ട് ഈസ് ദ പെർമിഷൻ, ഹു ഈസ് ദ യൂസർ, വാട്ട് ഈസ് ദ ടൈം, ഏതൊക്കെയാണ് ഫയൽസ് ഇതിലുള്ളത്. സോ ലിറ്ററലി ഹി ക്യാൻ ഡു എനിത്തിങ് റൈറ്റ് നൗ, സൈ റൈറ്റ്. ഓക്കെ, ലെറ്റ് മീ ഡു വൺ മോർ തിങ്. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യും, സിംപ്ലി ഇതിനെ ക്ലിയർ ചെയ്തു, ക്ലിയർ ആൻഡ് പേസ്റ്റ് ഇറ്റ് അഗെയിൻ. എന്നിട്ട് നേരെ അവിടെ ls പകരം cat.env എൻറ്റർ. That's all. ds pass database password. So this is what the remote code execution. അതായത് റിമോട്ട്ലി നിൻ്റെ ഫ്രണ്ട് എൻഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ലയൻറ്റിൽ നിന്ന് നീ എന്ത് ചെയ്യുന്നത്, നിൻ്റെ റിമോട്ടിനെ കൺട്രോൾ ചെയ്തു, സെർവറിനെ കൺട്രോൾ ചെയ്തു. ആൻഡ് യു ക്യാൻ ലിറ്ററലി ഡു എനിത്തിങ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവിടെ സീക്രട്ട് അടക്കം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. യു ക്യാൻ ഡു എനിത്തിങ്. ദിസ് ഈസ് വാട്ട് ദ റിയൽ കോസ്. ആക്ച്വലി ഇതാണ് റിയാക്ട് ചെയ്തത്, റിയാക്റ്റിൻ്റെ അവസ്ഥ. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൂ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി മാൻ. നൗ ദിസ് ഇസ് എ റിയൽ ഇഷ്യൂ. അപ്പോൾ ബേസിക്കലി ഈ ഒരു 2 ഫയൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ വൾനറബിലിറ്റി ചെക്ക് ചെയ്യാം. ബട്ട് ദിസ് ഇസ് നോട്ട് ഓൾ അബൌട്ട് ഹിയർ. പിന്നെ ഇവിടം കൊണ്ട് ഇത് തീർന്നില്ല, ഇനിയും ഒരുപാട് വൾനറബിലിറ്റീസ് വരാനുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു രീതിയിൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് സ്റ്റേ ട്യൂൺ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒബ്വിയസ്ലി ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും വീഡിയോസായി വരുന്നതായിരിക്കും. ബിക്കോസ് ജസ്റ്റ് December 3 ഒരു ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്തു. വിതിൻ എ വീക്ക് ഡിഫറെൻറ്റ് വൾനറബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഓരോ കമാൻഡും ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, നെറ്റ്വർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മൈ കിങ്ഡം. ഓക്കെ, വെർ ഇസ് ദാറ്റ് മൈ കിങ്ഡം? അതായത് ടാർഗറ്റ് URL ഞാൻ ക്രിയേറ്റ് ചെയ്തു മൈ കിങ്ഡം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു URL ആണ് ഇവിടെ റൺ ആവുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് ഹിറ്റിംഗ് ലോക്കൽ ഹോസ്റ്റ് വിത്ത് ദിസ് പെർട്ടിക്കുലർ API കോൾ. ഈ ഒരു API കോളാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു API കോൾ അവിടെ ഹിറ്റായാൽ സെർവറിൽ ഒബ്വിയസ്ലി നമുക്ക് API കോൾ ചെയ്യാം. ബട്ട് സെർവർ ഷുഡ് ഹാൻഡിൽ ദാറ്റ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു റാൻഡമായിട്ടുള്ള ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് amazon.com ഒന്ന് പോവും. ഇവിടെ ഞാനൊരു റാൻഡമായിട്ട് ഞാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഓക്കെ, അവിടെ എന്തെങ്കിലും റാൻഡമായിട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ നെറ്റ്വർക്ക് കോളിലേക്ക് പോവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇതിനെ ഹിറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ട്രൈ ടു എക്സിക്യൂട്ട് ദിസ്. സി, ഈ ഒരു amazon.comലേക്ക് ഇത് ഹിറ്റാവും. ബട്ട് ഈ ഒരു സെർവർ, അമേസോൺ സെർവർ ഇതിനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തു. അതായത് 404 നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇതിനെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്താൽ ഇറ്റ് ഈസ് ഫൈൻ. ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ. ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ബട്ട് ഹിയർ ഇൻ അവർ കേസ് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് അതായത് ഈ ഒരു API കോൾ ഹിറ്റ് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ഗീവിങ് ഇൻറ്റർണൽ സെർവർ, ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് ഇത് ഇൻറ്റർണൽ സെർവർ എപ്പോഴാണ് തരുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ വീണ്ടും ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ചെക്ക് ദിസ്, ഇറ്റ് ഈസ് ഗീവിങ് ഇൻറ്റർണൽ സെർവർ എറർ, ബട്ട് ഇറ്റ് ഈസ് ഡൂയിങ് സംതിങ് എൽസ് ഹിയർ. അതാണ് സംഭവിച്ചത്. API കോൾ ഹിറ്റ് ചെയ്തു, എന്നിട്ട് അത് സെർവറിൻ്റെ ഇൻഫോർമേഷൻ എനിക്ക് സ്റ്റീൽ ചെയ്ത് തന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്ന ആ സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഫിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ആക്ച്വൽ കോർ ഇഷ്യൂ നമുക്ക് മനസ്സിലായി. എന്നിട്ട് റിയാക്റ്റിൻ്റെ ഈ ഒരു ചേഞ്ചസിലേക്ക് വന്ന് നോക്കിയപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു സംഭവത്തിൽ കൊണ്ടുവന്നത് നോക്കിയപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, സിംഗിൾ പുൾ റിക്വസ്റ്റ്. ഓക്കെ, കാണാൻ പറ്റും. ആൻഡ് ദ ചേഞ്ചസ് ആർ 712 lines of changes. This is not a good engineering practice. Because നമ്മൾ ഈ നോർമലി ഒരു പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, നമ്മൾ അതിൻ്റെ ചേഞ്ചസ് കൊടുക്കുമ്പോൾ നോർമലി കമ്പനീസിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ഒരു 10 lines ഓഫ് കോഡാണെങ്കിലും ശരി, വി വിൽ ഗോ ത്രൂ ഇറ്റ്. അതായത് ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി ലൈൻ അത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ആവുക, അതർ ലൈൻസിന് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ആവുക, ആ രീതിയിൽ കംപ്ലീറ്റ് ഗോ ത്രൂ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിനെ പുഷ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് വി കാൺട്ട് എക്സ്പെക്റ്റ് വെർ ആൻഡ് ഓൾ ഇറ്റ് വിൽ ഇമ്പാക്റ്റ്, റൈറ്റ്?
ബട്ട് ഇവിടെ സിംഗിൾ പി ആറിൽ 712 ലൈൻസാണ് അവർ പുഷ് ചെയ്തത്. ആൻഡ് യു ക്യാൻ സീ ബേസിക്കലി ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ എൻറ്റയർ കമ്മ്യൂണിറ്റി അവിടെ ഒരു ഡിബേറ്റാണ് നടക്കുന്നത്. എന്താണ്, അതായത് കുറേ പേര് ഈച്ച് അതർ ബ്ലെയിം ചെയ്യുന്നു, പിന്നെ ഡിബേറ്റാണ് ഒരു കംപ്ലീറ്റ് ഒരു ടിപ്പിക്കൽ ഡെവലപ്പർ ഡിബേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോ എനി ഹൗ വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. ആക്ച്വലി ഇവിടെ റിയാക്റ്റിനെ നമ്മൾ ബ്ലെയിം ചെയ്യുകയാണെങ്കിലും there is one more thing comes under this, that is from JavaScript. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഇതിൽ. അതാണ് ആക്ച്വലി ഈ ഒരു ഇഷ്യൂ കോസ് ചെയ്യാനുള്ള ഇഷ്യൂവിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ് ഈസ് എ ജാവാസ്ക്രിപ്റ്റ് ബിഹേവിയർ. പക്ഷേ അത് എന്തായെന്ന് വെച്ചാൽ ഈ ഒരു റിയാക്റ്റിൻ്റെ കേസിൽ അതൊരു പ്രോബ്ലമായി. പിന്നെ റിയാക്റ്റിന് ഡിപ്പെൻഡ് ചെയ്ത പലതും ഇവിടെ ബ്രേക്കായി. ആൻഡ് ദാറ്റ് എൻറ്റയർ ഫ്ലൈറ്റ് പ്രോട്ടോക്കോൾ ബ്രേക്കായി എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ആക്ച്വലി. പിന്നെ നമുക്കത് ആ ഒരു സംഭവം കൂടി നോക്കാം. എന്താണ് ആക്ച്വലി ഇതിൻ്റെ ബേസ് കോർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി അറ്റാക്കർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇൻഹെറിറ്റൻറ്റ് ഡക്ക് ടൈപ്പിങ്ങിനെയാണ് അബ്യൂസ് ചെയ്തത്. ഓക്കെ, ഡക്ക് ടൈപ്പിംഗ് എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇതിൻ്റെ മെയിൻ കോർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഡക്ക് ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയറാണ് അതിൻ്റെ ടൈപ്പിനേക്കാളും പ്രധാനം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു ഡക്ക് ടൈപ്പിംഗ് എക്സാമ്പിൾ പറയുമ്പോൾ അതിൽ പറയുന്നത്, സി ഇഫ് ഇറ്റ് വാക്സ് ലൈക്ക് എ ഡക്ക് ആൻഡ് ഇറ്റ് ക്വാക്ക് ലൈക്ക് എ ഡക്ക് ദെൻ ഇറ്റ് മസ്റ്റ് ബി എ ഡക്ക്. മനസ്സിലായില്ലല്ലേ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഹ്യൂമൻ, ഞാനിപ്പോൾ വാക്ക് ലൈക്ക് എ ഡക്ക്, ഞാനിപ്പോൾ ഡക്കിനെ പോലെ വാക്ക് ചെയ്തു, ഡക്കിനെ പോലെ സൗണ്ട് ചെയ്തു, എങ്കിൽ ഞാനൊരു ഡക്കാണ് എന്നാണ് ജാവാസ്ക്രിപ്റ്റ് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് റോങ് അല്ലേ? ഇപ്പോൾ എനിക്ക് ഡക്കിനെ പോലെ നടക്കാൻ പറ്റും, ഡക്കിനെ പോലെ സൗണ്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഡക്കാണോ? അല്ല. സോ ദിസ് ബിഹേവിയർ വാട്ട് ഈസ് ദ മേജർ ഇഷ്യൂ ഹിയർ. അപ്പോൾ ഈ ഒരു ബിഹേവിയറാണ് നമ്മുടെ ഫ്ലൈറ്റ് പ്രോട്ടോക്കോളിൽ അവർ ഇതിനെ മിസ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഞാൻ ഡീപ്പായിട്ട് പറയാം എന്താണ് ഈ ഒരു ഡക്ക് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ഫേക്ക് പേഴ്സൺ, ഒരു നോർമൽ പേഴ്സൺ അവൻ പൈലറ്റിനെ പോലെ ഡ്രസ്സ് ചെയ്താൽ, യൂണിഫോം ചെയ്താൽ അവൻ പൈലറ്റാണ് എന്നാണ് ഈ ഡക്ക് ടൈപ്പിംഗ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതാണ് ഡക്ക് ടൈപ്പിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. ഡക്ക് ടൈപ്പിംഗ് ചെക്ക് ചെയ്യുന്നത്, ഓക്കെ, ഇഫ് എ പേഴ്സൺ ഈസ് വെയറിങ് യൂണിഫോം, പൈലറ്റ് യൂണിഫോം, എങ്കിൽ അവൻ പൈലറ്റാണ് എന്നാണ് ഈ ഡക്ക് ടൈപ്പിംഗ് പറയുന്നത്. പക്ഷേ നോർമലി സ്ട്രോങ് ടൈപ്പിംഗ് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അവൻ ഒരു യൂണിഫോം വെയർ ചെയ്തതുകൊണ്ട് അവൻ പൈലറ്റാവില്ല, മറിച്ച് അവൻ്റെ ID കാണിക്കണം, അവൻ്റെ ഫിംഗർ പ്രിൻറ്റ് കാണിക്കണം. ഈ രീതിയിലായിരിക്കും ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ ചെക്ക് ചെയ്താൽ ഇറ്റ് ഈസ് ടൈപ്പ് സേഫ്. നമുക്ക് ഓക്കെ അവൻ റിയൽ പൈലറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഡക്ക് ടൈപ്പിംഗ് പറയുന്നത്, ഓക്കെ അവൻ കാണുമ്പോൾ നമ്മളെ ഒരു പൈലറ്റ് പോലെയുണ്ട്, സോ യു ജസ്റ്റ് അലോ ഹിം. ദാറ്റ് ഈസ് വാട്ട് ബ്രോക്കൺ. ഇനി കുറച്ചും കൂടി നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജാവ C++ വരുന്ന ഈ ഒരു ഇൻ്റർഫേസ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. എന്താണ് ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ തിങ്സ് ഓഫ് ലൈക്ക് ഒരു റൂൾ ബുക്ക്. ഓക്കെ, ഒരു റൂൾ ബുക്ക്, നമ്മളൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം അനിമൽ ആവുകയാണെങ്കിൽ അതിൽ ക്വാക്ക് എന്ന് പറയുന്ന മെത്തേഡ് മസ്റ്റായിട്ട് ഉണ്ടാവണം. സോ ഞാനിപ്പോൾ ഈ അനിമലിനെ ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനെ ആ ഒരു അനിമലിനെ ഞാൻ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് എ ക്വാക്ക് ഫങ്ഷൻ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ആവും. പിന്നെ ഇവിടെ ഞാൻ പറയുന്നില്ല, അവിടെ നെയിം വേണം, ക്ലാസിൻ്റെ സൈസ്, ലോജിക്ക്, അതൊന്നും മാറ്റർ അല്ല. അനിമൽ എന്ന് പറയുന്ന സംഭവം ഞാൻ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ക്വാക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടാവണം എന്നാണ് പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഡക്ക് ടൈപ്പ് അല്ല? അപ്പോൾ ഇത് ഡക്ക് ടൈപ്പ് അല്ല. എന്തുകൊണ്ടല്ല എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു ഫേക്ക് അനിമൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതില്ലാണ്ട് ഞാനിത് ഇപ്പോൾ റൺ ചെയ്താൽ ഇത് എറർ അടിക്കും, കമ്പൈലർ എറർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് JS വരിക? JS വരുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് സേസ് ഐ ഡോണ്ട് കെയർ ഹൂ യു ആർ,
നീ ആരാണെന്ന് ഞാൻ നോക്കൂല. നിൻ്റെ കയ്യിൽ ക്വാക്ക് എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ടോ എങ്കിൽ ഐ വിൽ ട്രസ്റ്റ്. അവിടെ പ്രോമിസോ കോൺട്രാക്റ്റോ കമ്പൈലർ ചെക്കോ ഒന്നുമില്ല. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. സോ പിന്നെ പെട്ടെന്ന് ഈ ഒരു ഇഷ്യൂവിനെ സോർട്ട് ഔട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇതിൽ ഏത് രീതിയിലാണ് ഈ ഒരു ഇഷ്യൂ വന്നത് എന്ന് നമുക്ക് ഡീപ്പായിട്ട് നോക്കാനുണ്ട്. ബേസിക്കലി ഈ ഒരു രീതിയിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസിന് ഈ ഒരു ചാനലിലുണ്ടാവും. നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും, നമ്മൾ നോക്കില്ല. പക്ഷേ ഈ ഒരു സംഭവങ്ങളാണ് ആക്ച്വലി നമ്മൾ അടിച്ചു കൊടുക്കുന്ന കോഡിലൊക്കെ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈബ് കോഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നു. ഹൂ കെയർസ് അബൌട്ട് ദ കോഡ്? അപ്പോൾ വൈബ് കോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചുമ്മാ ലാസ്റ്റ് ടൈം ഒരു ക്ലയൻറ്റിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ, നമ്മളല്ല വേറെ പാർട്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആപ്ലിക്കേഷൻ ആയിരുന്നു. വൈബ് കോഡിങ് ചെയ്ത് പെട്ടെന്ന് ചെയ്ത് കൊടുത്തു. ദേ ഡിഡ്ന്റ് ചെക്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്, അടിച്ചു കൊടുത്തു. പിന്നെ അത് ഫെയിലായി. ദെൻ ദേ റിയലൈസ്ഡ്, അവർക്കെന്തായി, അതിൻ്റെ ഇഷ്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ദേ കെയിം ടു അസ് ആൻഡ് വി ഡീബഗ്ഡ് ഇറ്റ് കോർ ലെവലിൽ നോക്കി. എന്നിട്ടാണ് ഈ ഒരു ഇഷ്യൂ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ ഞാൻ പറയുന്നത്, ഈവൻ വി ആർ ഡൂയിങ് വൈബ് കോഡിങ്, ബട്ട് വൈബ് കോഡ് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ ആ ഒരു രീതിയിൽ ചെയ്യുക. ബിക്കോസ് ബ്ലൈൻഡ്ലി ഡോണ്ട് ഫോളോ ദ AI തിങ്സ്. ഓക്കെ, അപ്പോൾ ബ്ലൈൻഡായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈവൻ ദാറ്റ് ക്യാൻ മേക്ക് മിസ്റ്റേക്ക്. AI തന്നിട്ട കോഡാണെങ്കിലും അതിനെ പ്രോപ്പർലി മോണിറ്റർ ചെയ്ത് മാത്രമേ നമ്മൾ പ്രൊഡക്ഷന് വിടാവും, അല്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, സോ ദാറ്റ്സ് വൈ ബി കെയർഫുൾ. ആൻഡ് അതർവൈസ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവും. After this, okay, we'll see with the next video. Up to that, bye bye.